സ്നേഹമുള്ളവരെ, നോമ്പുകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗമാണ്. നോമ്പുകാലം ആരംഭിക്കുന്നതിന് മുമ്പ് സഭ നമുക്ക് ധ്യാനിക്കാൻ തരുന്ന ഭാഗം ഈശോയെ പിശാച് പ്രലോഭിക്കുന്ന ഭാഗമാണ്. ഈ സുവിശേഷ ഭാഗത്തിന് ഒരു പ്രത്യേകമായ ഘടനയുണ്ട്. 3 സുവിശേഷകന്മാർ, സമാന്തര സുവിശേഷകന്മാർ എന്നറിയപ്പെടുന്ന വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കായും ഈ ഭാഗം വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ഘടന ഇങ്ങനെയാണ്: ഈശോ മാമോദീസ കഴിഞ്ഞ് കയറി വരുന്നു, ഈശോയെ പിശാച് പ്രലോഭിക്കുന്നു, ഈശോ ദൗത്യം ആരംഭിക്കുന്നു. അപ്പോൾ അതിന് വ്യക്തമായ ഒരർത്ഥമുണ്ട്, സന്ദേശമുണ്ട്. ദൗത്യ ആരംഭത്തിന് മുമ്പാണ് പിശാച് പ്രലോഭിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ദൗത്യം നിർവഹിപ്പിക്കാതിരിക്കുക എന്നതാണ് ലക്ഷ്യം, അല്ലെങ്കിൽ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ആത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പിശാച് ഈശോയെ പ്രലോഭിപ്പിക്കാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമുക്ക് നൽകുന്ന പ്രായോഗിക പാഠം ഇതാണ്: എപ്പോഴൊക്കെ നമ്മൾ ആത്മാവിൻ്റെ അരൂപിയിൽ നിറഞ്ഞു നിൽക്കുന്നു, അപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രലോഭനങ്ങൾ ഉണ്ടാകാം. ദൈവാരൂപിയുടെ ചൈതന്യത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റിച്ചു കളഞ്ഞെന്നിരിക്കാം. ഈ ഭാഗത്തിന് ദൈവശാസ്ത്രപരമായ മാനമുണ്ട്. പിന്നീട് ഇതിൻ്റെ പ്രായോഗിക പാഠങ്ങളും നമുക്ക് ചിന്തിക്കാം. ദൈവശാസ്ത്രപരമായ പാഠങ്ങളിലേക്ക് വന്നാൽ, ഇതിൻ്റെ മാനത്തിലേക്ക് വന്നാൽ, പഴയ നിയമത്തിലുണ്ടായ പല പ്രലോഭനങ്ങളുടെയും ഒരു അനുരണനം, പ്രതിധ്വനി നമ്മളിവിടെ കാണുന്നുണ്ട്. മനുഷ്യചരിത്രം ആരംഭിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പറയുന്നു, ആരംഭത്തിൽ ഇതുപോലൊരു പ്രലോഭനമുണ്ട്. ദൈവപ്രകൃതി സൃഷ്ടിക്കപ്പെട്ട ആദത്തിനെ പിശാച് പ്രലോഭിപ്പിക്കുകയാണ്. പ്രലോഭന ഹേതുവായ കാര്യം എന്ന് പറയുന്ന ഭക്ഷണമാണ്. ആദം ആ പ്രലോഭനത്തിൽ വീണുപോയി. ഇവിടെയും അതുപോലെ തന്നെ മിശിഹാ തമ്പുരാനെ, ദൈവത്തിൻ്റെ രണ്ടാം ആളിനെ പിശാച് പ്രലോഭിപ്പിക്കാൻ വരുന്നു. പ്രലോഭന ഹേതുവായ ആദ്യത്തെ കാര്യം ഭക്ഷണം തന്നെയാണ്. അവിടെ പഴം കൊണ്ട് പരീക്ഷിച്ചെങ്കിൽ ഇവിടെ അപ്പം കൊണ്ട് പരീക്ഷിക്കുന്നു. മിശിഹാ തമ്പുരാൻ ഈ പ്രലോഭനത്തെ അതിജീവിക്കുകയാണ്. ആദം നഷ്ടപ്പെടുത്തിയത്, പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഇതാണ്: ആദം നഷ്ടപ്പെടുത്തിയത് ദൈവപ്രകൃതിയാണ്. പ്രലോഭനങ്ങളിൽ നമ്മൾ വീഴുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ദൈവ ചൈതന്യമാണ്, ദൈവപ്രകൃതിയാണ്. ഞാൻ ഓർക്കുന്നത്, കുറെ നാളുകൾക്ക് മുമ്പ് അയൽപ്പക്കക്കാരിയായ ഒരു അമ്മച്ചി പറയുന്നത് കേട്ടതാണ്. ഒരു കുട്ടിയെ നോക്കിയിട്ട് പറയാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അയ്യോ, മാലാഖയെ പോലെ ഇരുന്ന ഒരു പയ്യനാണ്, അവൻ ആ കൂട്ടെല്ലാം കൂടി അവൻ്റെ എല്ലാ ചൈതന്യവും പോയി എന്ന് ഈ അമ്മ പരിഭവിക്കുകയാണ്. നമ്മൾ പ്രലോഭനങ്ങൾക്ക് അടിപ്പെടുമ്പോൾ നമ്മുടെ ഈ കൃപയാണ്, ദൈവ ചൈതന്യമാണ് നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കുക. രണ്ടാമത്തത്, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് 14, 16, 32 അധ്യായങ്ങളിൽ കാണുന്ന കാര്യമാണ്. അവിടെ മോശയെ ഇസ്രായേൽ ജനം പ്രലോഭിപ്പിക്കുകയാണ്. അപ്പത്തിന് വേണ്ടിയാണ് ആദ്യത്തെ പ്രലോഭനം. മോശയോട് ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികളെ കുറിച്ച് പറഞ്ഞ് മോശയെ അവർ ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് ജലത്തിനു വേണ്ടി അവർ മോശയോട് തർക്കിക്കുന്നു. വീണ്ടും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത് കാളക്കുട്ടിയെ ആരാധിക്കാൻ അവർ നിർബന്ധിക്കുകയും അങ്ങനെ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നു. അഹറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കുന്നു, അതിനെ ആരാധിക്കുന്നു. എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യന് ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെയാണ് ഈ സുവിശേഷ ഭാഗം മിശിഹായുടെ പ്രലോഭനത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്ന്, അന്യായ മാർഗങ്ങളിലൂടെ അപ്പം നേടാനുള്ള പ്രലോഭനമാണ്. 2, പിശാചിനെ ആരാധിക്കാനുള്ള പ്രലോഭനമാണ്. 3, സ്വയം നശിപ്പിക്കാനുള്ള പ്രലോഭനമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്രയോ ദുഃഖകരമായ വാർത്തകളാണ്. പ്രിജിൻ ജോസ് എന്ന് പറയുന്ന ഒരുവന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് പൈശാചികമായിട്ടുള്ള എന്തെല്ലാം രൂപങ്ങളാണ്. സൈറ്റാനിക് വർഷിപ്പ്. എന്നിട്ട് അപ്പനോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ട് മുകളിൽ ചെന്ന് ഇറങ്ങി വന്ന് അപ്പനെ വെട്ടി കൊലപ്പെടുത്തി അപ്പൻ്റെ ശരീരത്തിൽ കയറിയെന്ന് കഴുത്തറക്കുന്ന ചിത്രം നോക്കുക.
നമ്മുടെ കേരളത്തിൽ നമ്മളത് വായിക്കുകയാണ്. അങ്ങനെ സംഭവങ്ങൾ നടക്കുന്നു. അഫാൻ എന്ന് പറയുന്ന ഒരു 23-കാരൻ ഒരു കുടുംബത്തിൽ 5 പേരെ കൂടം കൊണ്ടടിച്ച് ചുറ്റികയ്ക്കടിച്ച് കൊല്ലുന്നു. ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് യാതൊരു മനഃചാഞ്ചല്യവും കൂടാതെ പിന്നീട് അങ്ങനെ 1-2 മണിക്കൂറുകൾ കൊണ്ട് പല കൊലപാതകം, സ്വന്തം അനുജനെ ഉൾപ്പെടെ. നോക്കുക, പൈശാചികമായിട്ടുള്ള പ്രലോഭനങ്ങളിൽ പൈശാചികതയ്ക്ക് അടിമപ്പെടുന്ന ലോകത്തെ ചുറ്റുപാടുകളെ നമ്മൾ കാണുന്നു. ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് വായിച്ച ഒരു വാർത്ത വല്ലാതെ മനസ്സിനെ സങ്കടപ്പെടുത്തി കളഞ്ഞു. ഷൈനി എന്ന് പറയുന്ന ഒരു അമ്മ, ആ അമ്മയുടെ 9ഉം 11ഉം വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങൾ, അലീന എന്നൊക്കെ പറയുന്ന പെൺകുഞ്ഞുങ്ങൾ, ഏറ്റുമാനൂരിനടുത്ത് റെയിൽവേ പാളത്തിൽ ആ ലോക്കോ പൈലറ്റ് പറയാണ്, ഞാൻ ഓണടിച്ചു, പക്ഷേ അവർ കെട്ടിപ്പിടിച്ചിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 3 പേരും മരണത്തിന് കീഴടങ്ങി, മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു. നോക്കുക, ഈശോയുടെ പ്രലോഭനം നമ്മുടെ മുമ്പിൽ ഇതെല്ലാം. മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന നന്മ തിന്മകളുടെ ഒരു സംഘടന ഭൂമിയാണ്. ഡോസ്റ്റോവ്സ്കി ബ്രദേഴ്സ് കാരമസോവിൽ പറയുന്ന പോലെ, ലോകം കണ്ട വിഖ്യാതമായ നോവലിൽ പറയുന്ന പോലെ, പിശാചും മാലാഖയും ഏറ്റുമുട്ടുന്ന ഇടമാണ് മനസ്സ്. അവിടെ പിശാച് വിജയിക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക. ഒരു രണഭൂമിയാണ്. കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നുണ്ട് ഓരോ സമയത്തും നമ്മുടെ മനസ്സിൽ. അതിനെക്കുറിച്ചാണ് മിശിഹായുടെ പ്രലോഭനം നമ്മളോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രായോഗിക പാഠങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇത് തന്നെയാണ്. ഈ സുവിശേഷകന്മാരെല്ലാം ആദിമ ക്രൈസ്തവരോട് പറയുകയാണ്, അവരുടെ മുമ്പോട്ടുള്ള ജീവിതഗതിയിൽ ഒരുപാട് അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെയുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം. അതിലൊന്നും വീണു പോകാതെ ഉത്തമ ക്രൈസ്തവ ജീവിതം നയിക്കണമെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അവരതിന് പറയുന്നു, മിശിഹാ തമ്പുരാൻ പോലും, നമ്മുടെ കർത്താവ് പോലും പ്രലോഭിക്കപ്പെട്ടു എന്ന് മറക്കരുത്. അവിടുന്ന് വിജയിച്ചതുപോലെ നിങ്ങളും ഈ പ്രലോഭനങ്ങളെ വിജയിക്കണം. അവിടുന്ന് അതിജീവിച്ചതുപോലെ നമ്മളും അതിജീവിക്കണം. അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. ജാഗ്രത വേണം. നമ്മൾ ഏത് നിമിഷം നമ്മൾ പ്രലോഭനങ്ങളിൽ വീണു പോകാം. ജാഗ്രത പുലർത്തുക. ഓർക്കുന്നത്, കുറേ നാളുകൾക്ക് മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് പറഞ്ഞതാണ്, കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി മയക്കുമരുന്ന് കേസിൽപ്പെട്ടു. കോളേജിൽ നിന്നൊക്കെ പോയിട്ട് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ആ പയ്യനെ അറിയാവുന്നു, നല്ലൊരു പയ്യനാണ്. പിന്നീടാണ് അറിയുന്നത്, ഏതോ കൂട്ടുകാരുടെയൊക്കെ കൂടത്തിൽ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാണ്. ജാഗ്രത വേണമെന്ന് കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ, ഹൈന്ദവനായ അധ്യാപകനാണ് പറയാം, അച്ഛാ ഭയം തോന്നുകയാണ് ഓരോ വാർത്ത കേൾക്കുമ്പോൾ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പോലും ഭയമാണ്. എത്രമാത്രം ജാഗ്രത നമ്മൾ ഇന്ന് പുലർത്തേണ്ടിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല എന്ന് ആ അധ്യാപകൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രധാന കാര്യം ഇതാണ്. പ്രലോഭനങ്ങളിൽ മിശിഹായുടെ മുഖത്തേക്ക് നമ്മൾ നോക്കുക, അതിജീവിക്കുക പ്രലോഭനങ്ങളെ. എബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്ന 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ, നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് അറിയാവുന്നവനാണവൻ. അതുകൊണ്ട് ധൈര്യപൂർവ്വം അവൻ്റെ ന്യാസനത്തിങ്കൽ നമുക്ക് ചെല്ലാമെന്ന് യോഹന്നാന്റെ സുവിശേഷം 16:33 പറയും, ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പത്രോസ്ലീഹ വീണുപോയിട്ടും ഈശോയുടെ മുഖത്ത് നോക്കി തിരിച്ചു വന്നു. മൂന്നാമത്തെ കാര്യം, ദൈവിക ചൈതന്യം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് പ്രലോഭനങ്ങളെ വിജയിക്കാനായിട്ട് മാറൂ. ദൈവകൃപ നമുക്ക് വേണം. നമ്മൾ കൂദാശകൾ സ്വീകരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രലോഭനങ്ങളെ വിജയിക്കാൻ പറ്റൂ. ഞാൻ ഓർക്കുന്നത്, ഒരു സ്ഥലത്ത് ഒരുപാട് അധമരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ല മനുഷ്യന് താമസിക്കേണ്ടതാണ്, ജോലിയുടെ ഭാഗമായിട്ടാണ്. അദ്ദേഹം പിന്നീട് പറയാണ്, അവിടെ നിന്ന് പറയുകയാണ്, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും കൊന്ത ചൊല്ലിയും ഒക്കെ ചെയ്തുകൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു പോകുന്നതാണ് അച്ഛാ, ഇല്ലെങ്കിൽ ഞാനും വീണുപോയേനെ. ദൈവകൃപയിൽ നിലനിൽക്കുക, കൂദാശകളുടെ സ്വീകരണത്തിലൂടെയൊക്കെയാണ് നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിലെ പല പ്രലോഭനങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ നോമ്പുകാലത്തെ പ്രാർത്ഥനയുണ്ടല്ലോ, നോമ്പുകാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗം പുലർത്തിക്കൊണ്ട്
ഈ നോമ്പുകാലം ഫലദായമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ആ പ്രാർത്ഥനയോടുകൂടി നോമ്പുകാലത്തേക്ക് നമുക്ക് പ്രവേശിക്കുക. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.